ഹലോ, നമസ്കാരം പ്രിയമുള്ളവരെ. ഇന്നൊരു കല്യാണ വാർത്ത പറയാൻ വന്നതാണ്. നിങ്ങൾ വന്നിട്ടുണ്ടാവും. ഇതിപ്പോൾ മൊണാലിസ അവരുടെ കല്യാണം കഴിഞ്ഞു. അതിപ്പോൾ കേരളത്തിലാണ്. കേരളത്തിൽ വരുമ്പോഴാണ് അതിന് അഭയം കിട്ടുക എന്ന് കരുതി കേരളത്തിൽ വന്നു. കേരളത്തിൽ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. അവർക്ക് ഒരു വീട് പോലുമൊക്കെ സെറ്റപ്പാക്കി കൊടുത്തു. എന്തായാലും അതങ്ങനെ ഭംഗിയായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സംഭവം വന്നപ്പോൾ ഉണ്ടായ കുറേ കമൻറ്റുകൾ, ഞാൻ കണ്ട വീഡിയോയും അതുപോലെ തന്നെ അതിനുശേഷം ഒരുപാട് വീഡിയോസൊക്കെ നോക്കുമ്പോൾ ഒത്തിരി കമൻറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ റിയൽ കേരള സ്റ്റോറി എന്ന് പറയുന്ന സംഭവം, കേരള സ്റ്റോറിയിൽ കാണിച്ചതിൽ വല്ല തെറ്റുണ്ടോ? അപ്പോൾ ഇനി ഇവൻ അവളെ പർദ്ദയിട്ടിട്ട് ഇറക്കും, അത് കഴിഞ്ഞ് ഇനി അവളെ പീസായിട്ട് പലയിടത്തും കാണാം. അങ്ങനെ കുരുപൊട്ടി ഒത്തിരി കമൻറ്റുകൾ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റുള്ള ഭാഷയിലുള്ളത് പോയി നോക്കി, നമ്മുടെ കേരളത്തിൽ മാത്രമല്ല അവരുടെ നാട്ടിലൊക്കെയുള്ള നോക്കുമ്പോൾ കമൻറ്റുകൾ കംപ്ലീറ്റ് പ്രശ്നമാണ്. അപ്പോൾ ഇതിന് പറ്റിയ സ്ഥലം കേരളമാണെന്നുള്ളത് അവരും ഉറപ്പിക്കുന്ന പല രീതിയിലുള്ള കമൻറ്റുകൾ അതിനകത്തുണ്ട്. അപ്പോൾ കേരള സ്റ്റോറിക്ക് ഒരു ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ അതിനെ അങ്ങനെ കണ്ടേക്കുന്നത്. നമ്മുടെ കേരളത്തിനുള്ളവർ പോലും അതിനങ്ങനെ സംസാരിക്കുന്നുള്ള ഇതിനകത്ത് കണ്ട കമൻറ്റുകൾ കണ്ടിട്ട് തലകറങ്ങിപ്പോയി. അപ്പം ആൾക്കാരെ മനസ്സിൽ നിന്നൊന്നും ചിന്ത മാറിയിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ കുരുപൊട്ടുന്ന മലയാളികളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേരള സ്റ്റോറി വന്നപ്പോൾ ചില മലയാളികളൊക്കെ അതിന് സമ്മതിച്ചത് കൊണ്ടായിരിക്കും അല്ലേ. എന്ത് ഭീകരമായ കമൻറ്റുകളാണ് വന്നേക്കണത് ഇതിനകത്ത്. അവർ തങ്ങളിൽ ഒന്നായി 6 മാസം പ്രണയം, ഒടുവിൽ അതിന് യോജിക്കുന്നത് ഇവിടെയാണെന്ന് കരുതി വന്നു. അതിനൊന്നും പ്രൊമോട്ട് ചെയ്തോ തള്ളിയോ ഒന്നും നമുക്ക് പറയാനൊന്നും പറ്റുന്നില്ല. അതൊക്കെ ഞാൻ പറയുന്നത് അവർ തിരഞ്ഞെടുത്ത കേരളവും അതിൻ്റെ പിന്നിലുണ്ടായ വിവാദങ്ങളുമാണ്. എത്രത്തോളം ആൾക്കാർ എന്തൊക്കെ കമൻറ്റുകളാണ്. എന്തായാലും നല്ല രീതിക്ക് അവർ ജീവിക്കട്ടെ, മറ്റ് കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഓക്കെ, ബൈ.